ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ 2 റീച്ചുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ റീച്ചായ കണ്ണൂർ ജില്ലയിലെ നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള ദേശീയപാത 66 വികസനമാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് പിന്നീട് ഒരു പാലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പള്ളിക്കര റെയിൽവേ മേൽപ്പാലം. പള്ളിക്കര റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ റീച്ച് തുടങ്ങുന്നത്. ദേശീയപാത 66 വികസനത്തിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ആദ്യം തുറന്നു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാഹി റെയിൽവേ മേൽപ്പാലമൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാലത്തിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 വരി പാതയാണ്, 6 വരി പാതയല്ല. കോഴിക്കോട് ജില്ലയിലെ മൂരാട് പാലത്തിൻ്റെ ബ്ലോക്ക് മാതിരിയായിരുന്നു ഈ പള്ളിക്കര റെയിൽവേ ഗേറ്റിനോട് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് റീച്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇതാണ് കാര്യങ്കോട് പുഴ. അതിന് കുറുകെ ഒരു പാലം വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വലത് ഭാഗത്താണ് പഴയ പാലം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ഗേർഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് നടപ്പാത ഉണ്ട് കേട്ടോ. ഈ പാലത്തിന് ഒരു സൈഡിലായിട്ട് മറുഭാഗത്ത് പാലത്തിൻ്റെ പണികൾ നടക്കാനിരിക്കുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് ഈ പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടാകും. പാലം അത്യാവശ്യം നല്ല നീളമുള്ള പാലം കേട്ടോ. പഴയ പാലത്തിനേക്കാളും ഹൈറ്റിലാണ് പുതിയ പാലം വന്നിരിക്കുന്നത്. പഴയ പാലം പൊളിച്ചു മാറ്റാനുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ അതിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു കൾവേർഡിൻ്റെ നിർമ്മാണം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൈച്ച ഭാഗത്തൊരു പാലം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇടത് ഭാഗത്തുള്ളതാണ് പഴയ പാലം. ഈ പാലം പൊളിച്ചു മാറ്റാനുള്ളതാണ്. പുതിയതായിട്ട് നിർമ്മിച്ച പാലം 3 വരിപ്പാതയാണ്. മറുഭാഗത്തും പുതിയ പാലം 3 വരിപ്പാതയാണ്. അങ്ങനെ ടോട്ടലായിട്ട് 6 വരിപ്പാതയുടെ ഒരു പാലമാണ് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ വരാൻ പോകുന്നത്. അപ്പോൾ പള്ളിക്കര റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഈ പാലം വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ താഴത്തുള്ളതാണ് പഴയ റോഡ് കേട്ടോ. അതിനെക്കാട്ടിലും വളരെയധികം ഉയർന്നിട്ടാണ് പുതിയ പാലത്തിന് വേണ്ടി മണ്ണിട്ടുയർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇനി ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പോകാനുള്ള പ്രദേശമാണ്. പഴയ പാലം പൊളിച്ചിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റീഅലൈൻമെൻറ്റ് നടന്നൊരു റീച്ചും കൂടി കേട്ടോ ഇത്. നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ളതിൽ. അതുപോലെ തന്നെ 3 ബൈപ്പാസുകളുണ്ട്. ഒന്ന് ചെറുവത്തൂർ ബൈപ്പാസാണ്, ഒന്ന് പയ്യന്നൂർ ബൈപ്പാസും, പിന്നെ ഒന്ന് തളിപ്പറമ്പ് ബൈപ്പാസും. തളിപ്പറമ്പ് ബൈപ്പാസിനെ കുറിച്ച് പറയണ കുറേ പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പഴയ പാലം കേട്ടോ. പഴയ പാലത്തിന് നടപ്പാതയൊന്നുമില്ല, പുതിയ പാലത്തിന് നടപ്പാതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ബാർജ് പൈലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി പേരിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് പാലം വരാനുള്ളത്. പിന്നെ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൾവേർട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വലതുഭാഗത്ത് ഇതേമാതിരി പൂർണ്ണമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടി തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ ഇതാണ് കൾവേർട്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വരുന്നുണ്ട്. അതുവരെ മണ്ണിട്ടുയർത്തിയാണ് പോകാട്ടോ. അപ്പോൾ ഇത് മൈച്ച ഭാഗമാണ്. മൈച്ച ഭാഗത്താണ് 6 വരി പാലം വന്നിരിക്കുന്നത്. ഒരു ഭാഗത്ത് മാത്രമേ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. ഏകദേശം ഫുള്ളായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. 2 ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ഗതാഗതം അതിൻ്റെ മുകൾ ഭാഗത്തൂടെ ആയിരിക്കും. പിന്നീടാണ് ഈ ഭാഗത്തുള്ള പാലത്തിൻ്റെ പണികൾ നടക്കുക. ഇനി ഇവിടുന്ന് വലിയ 2 റീഅലൈൻമെൻ്റ് ആണ്. ഇവിടെ 2 വളവുകളുണ്ട്. ആ വളവ് കുറച്ചിട്ടാണ് ഈ ഭാഗത്ത് കൂടെ 6 വരി പാത കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്ത് കാണുന്ന കുന്നാണ് വീരമല കേട്ടോ. ഒരു ഭാഗം പൂർണ്ണമായും മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പം മഴക്കാലമൊക്കെയാണ്, മണ്ണിടിച്ചിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് മണ്ണിടിച്ചിലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതുപോലെയുള്ള വലിയ കുന്നുകളൊക്കെ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പേടിയാണ് വരുന്നത്. അപ്പോൾ ഈ മഴക്കാലത്ത് അധിക സ്ഥലത്തും മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ മണ്ണെടുത്ത് മാറ്റിയ പ്രദേശത്താട്ടോ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതെന്തായാലും ഫുള്ളായിട്ട് പൊന്തിക്കൊന്നുമില്ല. സോയിൽ നെയിലിംഗ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലൂസ് മണ്ണാണ്, മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വ്യത്യാസം കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ നടന്നിരിക്കുന്നു. മുകൾ ഭാഗത്തുനിന്ന് ഫുള്ളായിട്ട് മണ്ണ് ഇടിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇവിടെ കണ്ടാൽ നിങ്ങൾ അത് ഈ താഴത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺക്രീറ്റ് വാൾ അത് തടഞ്ഞു നിർത്തുമെന്നാണ് കരുതുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും സോയിൽ നെയിലിംഗ് ചെയ്തിട്ടില്ല. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ചെരിച്ചാണ് ഈ കുന്നിൻ്റെ അവിടെ മണ്ണെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നില്ല. ഇനി അഥവാ അടിഭാഗത്തുനിന്ന് മണ്ണ് ഒലിച്ച് വരികയാണെങ്കിൽ തന്നെ ഈ കോൺക്രീറ്റ് വാൾ തടയേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഭാഗം
വലിയൊരു കുന്നാണ്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല 2 വളവുകൾ ഉണ്ടായിരുന്നു, വലിയ വളവുകൾ തന്നെയായിരുന്നു. ആ വളവൊക്കെ ഇപ്പോൾ ഒന്ന് ആറുവരിപ്പാതയുടെ വീതിയിൽ വൈഡനിങ് വന്ന സമയത്ത് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ലോറി ഡ്രൈവർമാരുടെ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെയുള്ള കുന്നിൻ്റെ അടുത്തൊന്നും പോയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്ത് കേട്ടോ, ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്തോളി. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരട്ടാ ആ കുന്നും അത് കഴിഞ്ഞിട്ട് പണിത കോൺക്രീറ്റ് വാളും എത്ര ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കിയാൽ നിങ്ങൾ. അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇങ്ങനെ ചെരിഞ്ഞാണ് കുന്ന് മണ്ണെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മണ്ണ് വന്ന് ഇവിടെ തടയുന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കുന്നത്. ഇനി ചിലപ്പോൾ നമ്മൾ ഇതിനു മുൻപ് ചട്ടഞ്ചാൽ ഭാഗത്ത് കണ്ടിട്ടില്ലേ, സോയിൽ നെയിലിംഗ് ചെയ്യാതെ തന്നെ അവർ ഷോർട്ട് ക്രീറ്റ് സ്പ്രേ ചെയ്തിരിക്കുന്നത്, അതേമാതിരി ചിലപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് സ്പ്രേ ചെയ്യായിരിക്കട്ടെ. അപ്പം ചെറിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ ചിലപ്പോൾ അത് തടഞ്ഞു നിർത്തുമായിരിക്കും. പിന്നീട് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വൈഡനിങ് കഴിഞ്ഞിട്ടോ. നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തൊന്നും സർവീസ് റോഡ് വരില്ല. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നിലവിലെ ദേശീയപാത തന്നെയാണ്. കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് ഇനിയും വർക്കുകൾ നടക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് പോവുക. അവിടെ വലത് ഭാഗത്തുണ്ട് നിങ്ങൾ കോൺക്രീറ്റ് വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ അതേ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയാണ് വരട്ടോ. അവിടെയും ഇതേമാതിരി 2 ഭാഗത്ത് ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. ഈ അണ്ടർപാസ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇത്ര തന്നെ പണി നടന്നിട്ടുള്ളൂ. ഇപ്പോഴും പണികൾ അവിടെ തന്നെയുള്ളൂ. ഏകദേശം 3 വരിപ്പാതയുടെ വീതിയിൽ മാത്രമേ അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ചെറിയ അണ്ടർപാസ്. ഇവിടെ നിന്നാണ് ചെറുവത്തൂർ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ഇടത് ഭാഗത്തൊരു പള്ളിയുണ്ട്, അതിൻ്റെ മുൻഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്ന റീഅലൈൻമെൻറ്റ് പിന്നീട് അവസാനിക്കുന്നത് മൈച്ച ഭാഗത്താണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് പുതിയതായിട്ട് നിർമ്മിച്ച ചെറുവത്തൂർ ബൈപ്പാസിൽ കൂടെ കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമേ പൂർണ്ണമായി ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ, മറുഭാഗത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്തു കൂടെയാണ് പഴയ റോഡ് കടന്നു പോകുന്നത് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ ചെറുവത്തൂർ ടൗണിലേക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് കണ്ടാൽ നിങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 2 ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ചെറുവത്തൂർ ബൈപ്പാസിൽ പണികൾ പൂർത്തിയായ ഭാഗം ഗതാഗതത്തിന് പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറുവത്തൂർ ടൗൺ കഴിഞ്ഞിട്ട് പഴയ റോഡുണ്ടല്ലോ, അത് ഭയങ്കരമായൊരു കയറ്റാട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പം കുത്തനെയുള്ള ഇറക്കാണ് മൈച്ച ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത്. അതൊക്കെ പൂർണ്ണമായി ഒഴിവാകുകയാണ് ഈ ചെറുവത്തൂർ ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ. അപ്പോൾ ചെറുവത്തൂർ ടൗൺ ടച്ച് ചെയ്യാതെ അതിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ 3 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഇടത് ഭാഗത്ത് ഇതേമാതിരി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ചെറുവത്തൂർ ടൗണിൽ നിന്ന് പടന്ന റോഡിലേക്ക് പോകുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത്. അതിനോട് വെച്ചുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു, മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ബൈപ്പാസിൽ കൂടെ നേരെ മുന്നോട്ട് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് പഴയ റോഡിൽ കൂടെ ഒന്ന് പോകാം. അപ്പോൾ നേരെ ചെറുവത്തൂർ ടൗണ് ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ നേരത്തെ കണ്ട ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലം. ഇവിടുന്ന് വലത്തോടെ നമ്മൾ പോകുന്നുണ്ടോ. അപ്പോൾ ഇതാണ് പഴയ റോഡ് കേട്ടോ. ഇതിൽ കൂടെ ആദ്യം വാഹനമൊക്കെ ഫുള്ളായിട്ട് വന്നിരുന്നു. ഇപ്പോൾ ഈ റോഡ് ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പഴയ റോഡ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇതിലെ കൂടെ ഒക്കെ ഒരു കാലത്ത് വാഹനങ്ങൾ ലോഡും വണ്ടി ഫുള്ള് വലിച്ച് കയറിയിരുന്ന കേട്ടോ. ഇനിയിപ്പോൾ അതിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. താഴത്ത് കൂടെ ഒരു അടിപൊളി ബൈപ്പാസാണ് വന്നിരിക്കുന്നത്. ഈ കയറ്റം വലിച്ച് പോണ സമയത്ത് ചില വലിയ വാഹനങ്ങളൊക്കെ ഇവിടെ കുടുങ്ങലുണ്ട്. അപ്പോൾ ഇവിടെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടലുമുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് ഇപ്പോൾ റോഡ് ഉള്ളത് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് 6 വരിപ്പാതയുടെ അലൈൻമെൻറ്റ് താഴ്ത്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പഴയ റോഡില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്തുകൂടെ വന്ന സമയത്തെടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പുണ്ട്, അത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാം. അതൊന്നും നിങ്ങൾ കണ്ടുനോക്ക്. എന്നിട്ട് പിന്നെ നമുക്ക് പുതിയ ബൈപ്പാസിൻ്റെ രൂപം കാണാം. അപ്പോൾ ഇതായിരുന്നു പഴയ റോഡ് കേട്ടോ. ഒരു കയറ്റം കണ്ടോ നിങ്ങൾ, ഇതായിരുന്നു പഴയ റോഡ്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പം ഇവിടെ 6 വരിപ്പാതയുടെ വീതി കൂട്ടി വരുന്നതാണ്. നിങ്ങൾ കണ്ടോ, ലോഡ് വണ്ടിയൊക്കെ കയറി പോകണ നോക്കി നിങ്ങൾ. ഇതേമാതിരി തന്നെ ആ ചെറുവത്തൂർ ടൗണിൽ നിന്നും വാഹനങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഇങ്ങോട്ട് ലോഡ് വണ്ടിയൊക്കെ കയറൽ. അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നിങ്ങൾ, ഇതാണ് പഴയ രൂപ കേട്ടോ. ഇത് ഏകദേശം 2024 ജനുവരിയിൽ എടുത്തതാണ്. ഇവിടേക്ക് ഏകദേശം പൂർണ്ണമായും മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് അതിൻ്റെ മുകൾ ഭാഗത്താണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ വാഹനം ഇങ്ങനെ കയറി പോകുന്ന ഭാഗം, ആ റോഡ് ഈ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗമായിരുന്നു ആ റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ദേശീയപാത 66ൻ്റെ വികസനത്തിൽ 3ാമത്തെ റീച്ചിലാണ് ഏറ്റവും വലിയ റീഅലൈൻമെൻറ്റുകൾ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറുവത്തൂർ ബൈപ്പാസിനെ നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾ ഫുള്ളായിട്ട് ഒരു കുന്നിൻ്റെ ഭാഗം മണ്ണെടുത്ത് മാറ്റിയിരിക്കുക കേട്ടോ. എന്നാലും വർക്കുകൾ നല്ല വേഗതയിലായിരുന്നു ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ അണ്ടർപാസ് ആ ഭാഗത്താട്ടോ, അവിടെ നിന്ന് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ
ഇവിടെ ഈ പാലം കഴിഞ്ഞിട്ട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കൾവേർട്ടിൻ്റെ നിർമ്മാണം കൂടിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെയൊക്കെ ഈ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഇനി കോൺക്രീറ്റ് വാളാണോ അതോ സോയിൽ നെയിലിംഗ് ആണോ പൂർണ്ണമായിട്ട് വരാൻ പോകുന്നത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഇവിടെ കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടായിരിക്കും പിന്നീട് ഓരോ ഘട്ടമായിട്ട് താഴത്തേക്ക് സോയിൽ നെയിലിംഗ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 3 വരിപ്പാതയുടെ വീതിയിൽ മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. മറുഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയ പ്രദേശമാണ്. ഇതുപോലെയുള്ള പല കുന്നുകളുടെയും സൈഡ് മണ്ണെടുത്ത് മാറ്റിയിട്ടാണ് പിന്നീട് 6 വരിപ്പാതയുടെ വർക്ക് നടത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ മുകൾ ഭാഗത്തു നിന്നുള്ള കാഴ്ച കണ്ടു കേട്ടോ. ഇനി നേരെ നമ്മൾ ബൈപ്പാസിലേക്ക് എത്തിയിരിക്കട്ടോ. അതുപോലെ തന്നെ ഇവിടെ 2 സൈഡിലും വയൽ പ്രദേശമാണ്. അപ്പോൾ അതിന് കുറുകെ ഒരു കൾവേർട്ടിൻ്റെ നിർമ്മാണം ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഇതൊക്കെ പാടത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അവിടെ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ വീരമല ഭാഗത്ത് കണ്ട മാതിരി കുന്ന് ചെരിച്ചാണ് മണ്ണെടുത്ത് പോയിരിക്കുന്നത് കേട്ടോ. കണ്ട ഇവിടെയൊക്കെ വയൽ പ്രദേശമാട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ചെറുവത്തൂർ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മഴയായിരുന്നു, അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഉണ്ടായിരുന്ന സ്ഥലം അവിടെ കേട്ടോ. ഇവിടുന്ന് നോക്കുക, നമ്മൾ ഫുള്ളായിട്ട് ഈ ഭാഗം മുകൾ ഭാഗത്തു കൂടെ ആയിരുന്നു പഴയ റോഡ് കടന്നു പോയിരുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് 6 വരിപ്പാതയുടെ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗമാണ് പൂർണ്ണമായിട്ട് വലിയൊരു കുന്നുണ്ടായിരുന്നത്. ആ കുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് നിലവിലെ ദേശീയപാതയുടെ 2 ഭാഗത്തും വൈഡനിങ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ബൈപ്പാസുകൾ വരുന്ന സമയത്ത് എന്താ പറയുക, അപ്പോൾ അവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നില്ല. ആ കുന്നും വളവൊക്കെ ആയിരുന്നു. ആ വളവും കുന്നും കയറി വരുന്ന സമയം ഇതുപോലെയുള്ള ബൈപ്പാസുകൾ വരുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞു കിട്ടും. ഇവിടെയൊക്കെ ഇതേമാതിരി വലതു ഭാഗത്ത് ചെറിയൊരു കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കുന്നൊക്കെ പൂർണ്ണമായിട്ടും മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ നടന്നിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ കാര്യമായിട്ട് വർക്കൊന്നും നടക്കണില്ല. ഇതാണ് മട്ടലായി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ കണ്ട് നിങ്ങൾ വലതു ഭാഗത്ത് വലിയൊരു താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരാനുള്ള പ്രദേശം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ റീഅലൈൻമെൻറ്റുകൾ നടന്നത് ഈ റീച്ചിലാണ് എന്നുള്ളത്. പിന്നീട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പീലിക്കോട കേട്ടോ. അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തിയാണ്ട് പ്രദേശമാണിത്. അപ്പോൾ ഇവിടെയൊക്കെ ആറി പാനലിൻ്റെ വർക്കുകൾ ഇനി നടക്കാനുള്ളതാണ്. ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ഒരു സ്ഥലത്ത് ഫുള്ളായിട്ട് പാറപ്പൊടി കൂട്ടിയിട്ടിരിക്കുന്നു കേട്ടോ. അതെന്തിനാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇവിടെ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഗാർഡൻ സ്റ്റേഷനും അതിൻ്റെ മുകൾ ഭാഗത്ത് കാശിയും കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാറപ്പൊടി കണ്ടോ നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടിരിക്കട്ടെ. അപ്പോൾ ചെമ്മണ്ണിൻ്റെ മുകൾ ഭാഗത്താണ് പാറപ്പൊടി ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഭാഗത്തും ആറി പാനൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ജിയോ ടെക്സ്റ്റൈൽ വെച്ചിരിക്കട്ടെ. എന്നിട്ടാണ് ഈ മണ്ണിട്ട് പൊന്തിക്കുന്നത്. നമ്മൾ സാധാരണ ഇതിൽ കണ്ടിരിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ജിയോ സ്ട്രാപ്പ് വെച്ചിട്ടാണ് ഈ ആറി പാനൽ നിർത്തൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരുടെ രീതി വേറെ രീതി ആയിരിക്കും ചിലപ്പം. ഈ പ്രദേശത്തൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ആറി പാനലിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫസ്റ്റ് ലെയർ മാത്രം വെച്ച് പോന്നിട്ടുള്ളൂ. ഏകദേശം ഇവിടം വരെയാണ് അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് വരിക കേട്ടോ. ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടോ നിങ്ങൾ ഇവിടെ ഒരു ഉയർന്ന പ്രദേശമാണ്. ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കട്ടെ. ഈ മണ്ണെടുത്ത് താഴ്ത്തുമ്പോഴത്തേക്കും വരും ഇവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ സർവീസ് റോഡ് വരാനുള്ളതാണ്. അപ്പോൾ ഈ ചെമ്മണ്ണ് കിട്ടാത്തത് കൊണ്ടാണോ ഇനി പാറപ്പൊടി ഉപയോഗിക്കണമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പാറപ്പൊടി നല്ല സ്ട്രോങ് ഉള്ള സാധനമാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോട് ചേർന്നിട്ട് ക്രാഷ് ബാരറിൻ്റെ സ്റ്റീൽ ബൈനിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇനി അടുത്തൊരു റീഅലൈൻമെൻ്റ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നേരെ ചെന്ന് കയറുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കടവ ചെന്ന് കയറുക കേട്ടോ. ഇടത് ഭാഗത്തു കൂടെയാണ് പഴയ റോഡ് കടന്നു പോകുന്നത്, വലത് ഭാഗത്തു കൂടെയാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമുണ്ട്. ആ താഴ്ന്ന പ്രദേശത്ത് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ട മാതിരി തന്നെ ആറി പാനലും അതുപോലെ തന്നെ ജിയോ ടെക്സ്റ്റൈലാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യഘട്ട വർക്ക് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇനിയും റോഡിൻ്റെ പണികൾ നടക്കാനുള്ളതാണ്. കണ്ടിവിടെ നോക്കി നിങ്ങൾ, ചെമ്മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് കരിങ്കൽ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാലിക്കടവ് കേട്ടോ. കാലിക്കടവ് ഭാഗത്ത് വന്ന അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. പക്ഷേ 2 ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകൾ ആദ്യഘട്ടം മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ഇനിയും വർക്കുകൾ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. ഒന്നാമത് മഴയാണ്. മഴ കാരണം പല സ്ഥലത്തും വർക്കുകൾ സ്ലോ ആയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്ന സമയത്ത് എവിടെയും ഗതാഗത തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നിലവിലെ റോഡ് കൂടെ തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ കണ്ട് 2 ഭാഗത്തും കുറച്ചുകൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് വരിക കേട്ടോ. പിന്നെ സർവീസ് റോഡിൻ്റെ പണികൾ ഈ പ്രദേശത്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഞാൻ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കാര്യമായിട്ട് നടന്നതായി കാണുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തോടുണ്ട്. ആ തോടിന് കുറുകെ ഒരു ചെറിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടി ഇവിടെ സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട്. മറുഭാഗത്ത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. സെൻറ്ററിൽ ഡിവൈഡറിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ഇവിടുന്ന് റോഡ് മണ്ണിട്ട് ഉയർത്തിയാണ് പോകുന്നുണ്ട്. ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ പണികൾ കഴിഞ്ഞ ആഴ്ച വന്ന സമയത്ത് ഇവിടെ സ്റ്റീൽ ബൈൻഡിങ് ആയിരുന്നു. ഇപ്പം എന്തായാലും പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഡിവൈഡറിൻ്റെ വർക്കാണ് കഴിഞ്ഞിരിക്കുന്നത്. ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല. പക്ഷേ സർവീസ് റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിരുന്നു. അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കരുവള്ളൂർ ഭാഗട്ടോ, കരുവള്ളൂർ ഭാഗത്ത് ഇതേമാതിരി നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡ് കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള എല്ലാ വർക്കും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഡ്രൈനേജിൻ്റെ വർക്ക് വരും കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ കാസർഗോഡ് ഭാഗത്തും ഈ ഭാഗത്തും കണ്ട ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തിൽ അണ്ടർപാസുകൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകാൻ വേണ്ടിയിട്ട് ചെറിയ പെഡസ്ട്രിയൽ പാസേജുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ആദ്യ റീച്ചിൽ പോയാൽ പോലും നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമായിട്ടോ. ഇവിടെ അതേമാതിരി ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള CTSBൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഇനി ലാസ്റ്റ് ലെയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രൈം കോട്ട് അടിച്ചിട്ടുമുണ്ട്. ഈ കരുവള്ളൂർ ഭാഗത്ത് 2 അണ്ടർപാസുകൾ അടുപ്പിച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ. കണ്ട അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് അണ്ടർപാസിനോട് ചേർന്നിട്ട് RE പാനലല്ല കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേഘ എഞ്ചിനീയറിൻ്റെ നിർമ്മാണത്തിൽ ഞാൻ കണ്ടൊരു വ്യത്യാസം കൂടിയാണിത്. ഇവിടെയൊക്കെ ഇനിയും കോൺക്രീറ്റ് വാൾ നിർമ്മാണം നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കും. 2 ഭാഗത്തുമുള്ള ക്രാഷ് ബാരറും അതുപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞു. പിന്നീട് അടുത്തതായിട്ട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് ഓണക്കുന്ന് ഭാഗത്താട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസിൻ്റെ 2 ഭാഗത്തും കോൺക്രീറ്റ് വാളാണ്. പക്ഷേ ഇവിടെ അണ്ടർപാസിൻ്റെ 2 ഭാഗത്തും RE പാനലാണ്. പണികൾ പൂർത്തിയായ ഭാഗത്ത് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടെ വന്നിട്ടാണ് അതിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്നത്. പിന്നീട് ഇവിടെ കുറച്ചൊരു ഉയർന്ന പ്രദേശമായിരുന്നു. ആ ഉയർന്ന പ്രദേശം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട്. ഇവിടെയും 2 ഭാഗത്ത് കണ്ട കോൺക്രീറ്റ് വാളാണ്. സോയിൽ നെയിലിംഗ് അല്ല ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ മേഘ എഞ്ചിനീയറിംഗ് സോയിൽ നെയിലിംഗ് ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ എങ്ങനെയാണെങ്കിലും മേഘയ്ക്ക് അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് ബേവിഞ്ച ഭാഗം, പിന്നെ അതുപോലെ തന്നെ ചട്ടഞ്ചാല്, പിന്നെ വീരമല, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട ചെറുവത്തൂർ ബൈപ്പാസിൻ്റെ അവിടെയും. പിന്നീട് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയെ കൂടി തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അലൈൻമെൻറ്റ് പൂർണ്ണമായി കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെ മണ്ണൊന്നിട്ട് ഉയർത്തി വന്നിട്ടില്ല. പിന്നീട് ഒരു ചെറിയ പാലം വന്നിട്ടുണ്ട്. നിലവിലെ പാലത്തിൻ്റെ 2 ഭാഗത്തുമായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗേർഡർ ഇൻസ്റ്റാളേഷൻ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് അണ്ടർപാസ് വന്നിരിക്കുന്നത് വെള്ളൂർ ഭാഗത്തട്ടോ. വെള്ളൂർ ഭാഗത്ത് വന്ന അണ്ടർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് കേട്ടോ. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. വാഹന ഗതാഗതം അതിൽ കൂടെയാണ്. ഇവിടെയൊക്കെ സിറ്റൂക്കാസ് രീതിയിൽ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാളാണ് വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സാധാരണ നമ്മൾ കാണുന്ന മാതിരി RE പാനലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ. പക്ഷേ ഇതൊക്കെ എന്ന് തീരും എന്നൊരു ഐഡിയ ഇല്ല. 2025 ലാസ്റ്റ് ആകുമ്പോഴാണ് ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത്തേക്കൊക്കെ ഇതേമാതിരി ഫുള്ള് വർക്കുകൾ തീരുമെന്നവാ. ഒന്നാമത് കേരളത്തിലെ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളൂർ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പള്ളിക്കര റെയിൽവേ ഗേറ്റ് മുതൽ വെള്ളൂർ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.